എക്സൈറ്റഡ് ഇതെന്റെ അമ്മ നാട്ടിൽ നിന്ന് അയച്ച പാഴ്സലാണ്. ഇന്ത്യ പോസ്റ്റ് വഴി കാനഡ പോസ്റ്റിലേക്ക് അയച്ച പാഴ്സലാണ്. രജനി ശശി അമ്മച്ചി കാണുന്നുണ്ടല്ലോ അല്ലേ? സോ എക്സൈറ്റഡ്. ഓക്കെ, എൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഇത് ഞാൻ നാട്ടിൽ ഉണ്ടായിരുന്നപ്പോൾ വാങ്ങിച്ച തൊപ്പി അമ്മച്ചി അയച്ചാണ്. ഇതിനകത്ത് മങ്കിയുണ്ട്. ഇറ്റ്സ് റെപ്രസെന്റ്സ് മീ എന്നാണൊക്കെയാണ് പറയുന്നത്. ഐ ലൈക്ക് ഇറ്റ്. പിന്നെ അമ്മച്ചി പരീക്ഷണാടിസ്ഥാനത്തിലാണ് കേട്ടോ കറിവേപ്പില അയച്ചായിരുന്നു. പക്ഷേ അഴിഞ്ഞു പോയി. കാണാൻ പറ്റുമെന്നറിയില്ല. ഇതുണ്ടോ അഴിഞ്ഞ് പൂപ്പലൊക്കെ വെച്ച്. പക്ഷേ ഫസ്റ്റ് ടൈം അയക്കുന്നതുകൊണ്ടാണ് കേട്ടോ. നെക്സ്റ്റ് ടൈം അപ്പോൾ നമുക്ക് ഉണക്കിയ കറിവേപ്പില നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്ന സംഭവമാണ്. അപ്പോൾ ഇത് താങ്ക് യു അമ്മച്ചി. ഒത്തിരി കഷ്ടപ്പെട്ടെന്ന് അറിയാം, പക്ഷേ അഴിഞ്ഞു പോയി. അടുത്തതെന്താ? ഇതെന്താ? ഇത് റാഗിപ്പൊടിയാണ്. ഡയറ്റിൻ്റെ ഭാഗമായിട്ട് റാഗിപ്പൊടി കഴിക്കണമെന്നാണ് എൻ്റെ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അമ്മച്ചി റാഗിപ്പൊടി കൊടുത്തിട്ടുണ്ട്. ഓ യെസ്, സൺസ്ക്രീൻ. ഞാൻ മമ്മ എർത്തിൻ്റെ സൺസ്ക്രീനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നാട്ടിൽ നിന്ന് അമ്മച്ചി എനിക്കത് വാങ്ങിച്ച് 2 എണ്ണം അമ്മച്ചി തന്നിട്ടുണ്ട്. 2 എണ്ണം അങ്ങനെ കൂടെ ഉണ്ടാവുമായിരിക്കും. മമ്മ എർത്തിൻ്റെ സൺസ്ക്രീൻ ഫ്രം ഹോം. പിന്നെ നാട്ടിൽ വെച്ച് വാങ്ങിച്ചാണ് എൻ്റെ ഫോണിൻ്റെ കവറ്. ഇതെല്ലാം ഓഫീസിൽ നിന്ന് എനിക്ക് തന്ന കവറാണ്. ഇത് നാട്ടിൽ വെച്ച് വാങ്ങിച്ചാണ്. വളരെ ചീപ്പാണ് നാട്ടിൽ നമുക്ക് ഡോളർ കമ്പയർ ചെയ്യുമ്പം. സോ അതിൻ്റെ കവേഴ്സ്. പിന്നെ ഇത് നമ്മുടെ സുഹൃത്ത് ഗണേഷിൻ്റെ അമ്മ നാട്ടിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എനിക്ക് കൊടുത്തയച്ച അച്ചാറാണ്. പക്ഷേ പെട്ടിയിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് തന്നില്ലായിരുന്നു, എടുത്തോണ്ട് വന്നില്ലായിരുന്നു. അപ്പം അമ്മച്ചി അത് ഈ പാഴ്സൽ അയച്ചത്. ചെമ്മീൻ പൊടിയാണേ. ചെമ്മീൻ പൊടി 1, ചെമ്മീൻ പൊടി 2, ചെമ്മീൻ പൊടി 3. ഞാനിത് ഓർമ്മ എടുക്കും 2 റൗണ്ട് കൊടുക്കും. ഇതെന്താ? ഇത് റവപ്പൊടിയാണെന്ന് തോന്നുന്നു കേട്ടോ. അത് എഴുതിയിട്ടില്ലല്ലോ, കണ്ടറിയാൻ പറയത്തില്ല. റവപ്പൊടിയാണ്. ഉപ്മാവ് ഉണ്ടാക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഉപ്മാവ്. എഗെയിൻ താങ്ക് യു അമ്മച്ചി. ഓ നോ, ഇത് അമ്മച്ചി നാട്ടിൽ നിന്ന് അയച്ച. അമ്മച്ചി പറഞ്ഞു കേട്ടാ നന്നായിരിക്കും എന്ന് പറഞ്ഞ് അയച്ചൊരു കമ്മലാണേ. ഈ കമ്മൽ ഇങ്ങനെ വന്നേക്കുന്നത്. കമ്മലൊരു ഭാഗം ഇതിനകത്ത് സീജെ അന്ന് ഇറങ്ങിക്ക് കമ്മൽ. അയ്യോ, അത് പോയി. നോക്കാം, അതിന് ബാക്കി ഇട്ടുവാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്യാം. നല്ലല്ലേ? ഡ്രസ്സിൻ്റെ കൂടെ ഇടാൻ നന്നായിരിക്കും. ഇതുണ്ടാവും. പിന്നെ ഇത് എൻ്റെ അമ്മച്ചിയുടെ സ്പെഷ്യലാണ്. ഇഞ്ചിക്കറി ഉണ്ടാക്കാനുള്ളതിൻ്റെ ബേസാണ്. വേറെ ഒന്നുമില്ല. ഇതിൻ്റെ അകത്തിട്ട് കുറച്ച് എന്തായിരുന്നു എരിവും പിന്നെ മോത്ത് എരിവാവും മാറിക്ക്. എന്താ ശർക്കര മാത്രം ഇട്ടാൽ മതി. ഇഞ്ചിക്കറി അമ്മച്ചിയുടെ. താങ്ക് യു അമ്മച്ചി. ഇഞ്ചിക്കറി. ഇതെന്താ? ഓ യെസ്, ദിസ് ഈസ് സംതിങ് വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എൻ്റെ ബ്ലൗസാണ്. വാവ്, സെറ്റ് സാരി. നമുക്ക് ഓണത്തിന് മാത്രമാണ് നമ്മൾ സാരി എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മ വാങ്ങിച്ചു തന്ന സെറ്റ് സാരിയുടെ ബ്ലൗസാണ്. റെഡിമെയ്ഡ് പോത്തീസിൽ നിന്ന് ഒരു ബ്ലൗസ് 1, ബ്ലൗസ് 2, ബ്ലാക്ക് ബ്ലൗസ്. ഇതാണെങ്കിൽ എന്തിൻ്റെയും ഒപ്പിടാലോ. ശരിക്കും ഇതിൻ്റെ സെറ്റ് സാരി ഉണ്ട്. ഇത് ഞാൻ വാരണാസിയിൽ നിന്ന് വാങ്ങിച്ച ഒരു സാരി ഉണ്ട്. ആ സാരിക്ക് പറ്റിയ ഒരു ബ്ലൗസാണ്. നാട്ടിൽ നിന്ന് തയ്പ്പിച്ച. പോരുന്ന സമയത്ത് കിട്ടിയില്ലായിരുന്നു. അപ്പം അങ്ങനെ ഇത് ഒരെണ്ണം. കമ്മലിൻ്റെ ബാക്കിയുണ്ടോ എന്ന് നോക്കട്ടെ. ഉണ്ട് കേട്ടോ. ഉണ്ട്, കമ്മലിൻ്റെ ബാക്കിയുണ്ട്. സോ ഓൾ ഗുഡ്. ഓക്കെ, താങ്ക് യു രജനി ശശി.